കാസർഗോഡ് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിലുള്ള ചരിത്രരേഖകളായ താളിയോലകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങി. 10,000-ലധികം വരുന്ന താളിയോലകൾ ശാസ്ത്രീയമായ രീതിയിൽ പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ സംരക്ഷിക്കും. ചരിത്രത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി കാലങ്ങൾ താണ്ടിയ 10,000-ലധികം താളിയോലകളാണ് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ കന്നിക്കൊട്ടാരത്തിലാണ് പൊടിപിടിച്ച് നശിക്കാറായ നിലയിൽ ഇവയുള്ളത്. സംസ്ഥാന പുരാരേഖ വകുപ്പിന്റെ കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തി താളിയോലകൾ പരിശോധിച്ചു. കൊള്ളുക, കൊടുക്കുക അഥവാ ബാർട്ടർ സമ്പ്രദായം, പഴയകാല ബാർട്ടർ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ താളിയോലകളുടെ പ്രാഥമിക വായനയിൽ തെളിഞ്ഞു. പുൽത്തൈലവും വിദേശത്ത് നിന്നെത്തിച്ച പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ചും താളിയോലകൾ ക്ഷേത്രത്തിൽ തന്നെ സംരക്ഷിക്കും. പുരാരേഖാ വകുപ്പിന്റെ കമ്മ്യൂണിറ്റി ആർക്കൈവ്സ് പദ്ധതിയിലാണ് താളിയോല രേഖകളുടെ ശാസ്ത്രീയ സംരക്ഷണത്തിനുള്ള നടപടി തുടങ്ങിയത്. കുറേ ഓലകൾ 1800കളുടെ അവസാനം മുതൽ 1900 ആ പീരീഡിലുള്ള രേഖകളാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം രേഖകളിൽ ഏറെയും എഴുതിയിട്ടുള്ളത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുടെ കണക്കുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്പലത്തിൽ നടത്തിയ പഴയ പല ക്രയവിക്രയങ്ങൾ, ഭൂമി ദാനം കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ രേഖകളാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്ക്, പ്രദേശത്തിൻ്റെ അന്ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവ് തരുന്ന ഏറെ രേഖകൾ ഇതിലുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ഇവിടെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. ക്ഷേത്രത്തിലെ അപൂർവമായ താളിയോലകളും ചരിത്രരേഖകളും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാവുന്നത്. ദിവസം കഴിയുന്നോറും ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോവുകയാണ്. പിന്നെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിനുള്ളിൽ അനവധി 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് താളിയോലകളുണ്ട്. അതെല്ലാം ഇങ്ങനെ നശിച്ച് പോവുകയാണ്. ഒരുപാട് കാലം മുമ്പേ നമ്മളെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രമേശൻ ചെയർമാനായ സമയത്ത് തന്നെ, ഇതിപ്പം 6ാമത്തെ ടേമാണ്, അല്ല 3ാമത്തെ സമയം 6 കൊല്ലമായി. ആ സമയത്ത് തന്നെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഇതൊന്ന് സംരക്ഷിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ 2-3 ആളെ വിട്ടു, ആ ഒരു മഷയെല്ലാം വരച്ച് ഇതാക്കി വെച്ചു എന്നല്ലാതെ കണ്ട് അതിനുശേഷം തുടർന്ന് നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ആദ്യം ഈ പത്രദ്വാര ഈ മാതൃഭൂമിയിലും ഇതെല്ലാം വരാൻ തുടങ്ങിയ ശേഷമാണ് ഇപ്പം 2 ദിവസം മുമ്പേ പറഞ്ഞു ഇങ്ങനെ ആദ്യം ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു, ഇപ്പോൾ വന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങളെല്ലാം 2 ദിവസത്തിനുള്ളിൽ അവരുടെ ക്യാമ്പ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പൊടിപിടിച്ച ഓലകൾ മിനുക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഒളവർ മുതൽ ചീമേനി പെരുമ്പട്ട വരെ നിരവധി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണമുണ്ടായിരുന്ന താഴേക്കാട്ട് മനയുടെ കീഴിലായിരുന്നു ചക്രപാണി ക്ഷേത്രവും. ചിറക്കൽ കോവിലകവുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തിടപാടുകൾ, സ്ഥലമിടപാടുകൾ, രാജാക്കന്മാരുടെ ആശയവിനിമയങ്ങൾ, സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവ നടത്തിപ്പ് രേഖകൾ തുടങ്ങിയവ താളിയോലകളിൽ പെടുന്നു. കൊല്ലവർഷം 900-ൽ പുലിയന്നൂർ പുതിയറേക്കാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ചടങ്ങും തെളിമലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കാർഷിക സമരങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളും താളിയോലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏകദേശം 1800 മുതൽ 1940 വരെയുള്ള വിവരങ്ങൾ രേഖകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. താളിയോലകൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ 2 ജീവനക്കാർ ഉടൻ ചുമതല ഏറ്റെടുക്കും. താളിയോല രേഖകൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനും പദ്ധതിയുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.